എല്ലാ പുണ്യമന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശക്തവും പവിത്രവുമായി കരുതപ്പെടുന്ന മന്ത്രമാണ് ഓം നമ ശിവായ. ഈ മന്ത്രത്തെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നു. ഭഗവാൻ ശിവനോടുള്ള പരിപൂർണമായ സമർപ്പണമാണിത്. ഈ മന്ത്രത്തിലെ 5 അക്ഷരങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ പഞ്ചഭൂതങ്ങളെയാണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം പ്രതിനിധീകരിക്കുന്നത്. സ്ത്രീകൾ വീടുകളിൽ ഈ മന്ത്രം ജപിക്കുന്നത് ആത്മീയമായും മാനസികമായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ മന്ത്രജപത്തിൻ്റെ 10 ഗുണങ്ങൾ പറയാം. മാനസിക സമാധാനം. നിരന്തരമായിട്ടുള്ള മന്ത്രജപം മനസ്സിനെ ശാന്തമാക്കുകയും ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. നമുക്ക് എല്ലാ രീതിയിലുള്ള ഭയങ്ങൾ, അതായത് ഭയത്തെ അതിജീവിക്കൽ, നമ്മുടെ ആഴത്തിലുള്ള ഭയങ്ങൾ വെറും തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കാനും അവരെ ധൈര്യത്തോടെ നേരിടാനും ഈ മന്ത്രം നമ്മളെ സഹായിക്കുന്നു. 3. എല്ലാ രീതിയിലുള്ള നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മന്ത്രമാണിത്. നമ്മുടെ ഉള്ളിലും വീടിനുമുള്ളിലുള്ള നെഗറ്റീവ് ഊർജത്തെ മാറ്റി പോസിറ്റീവ് തരംഗങ്ങൾ നിറയ്ക്കാൻ പഞ്ചാക്ഷരി മന്ത്രത്തിന് സാധിക്കും. 4. കുടുംബ ഐശ്വര്യം. നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളെല്ലാം മാറുന്നതിന് ഇത് നല്ലതാണ്. കുടുംബ ഐശ്വര്യം വരാനായിട്ട് വീട്ടിൽ ഈ മന്ത്രം ജപിക്കുന്നത് കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സമാധാനവും വർദ്ധിപ്പിക്കുന്നു. 5. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. അനാവശ്യ ചിന്തകളെ നിയന്ത്രിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ഫോക്കസ്, ആ ഒരു കഴിവ് നിങ്ങൾക്ക് നൽകുന്നു. 6. ആത്മവിശ്വാസം. ഏത് ആപത്ത് ഘട്ടത്തെയും തരണം ചെയ്യാനുള്ളൊരു ആത്മബലവും മനക്കരുത്തും ശിവഭക്തിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. 7. ശാരീരിക ആരോഗ്യം. നമുക്ക് മന്ത്രജപം ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുന്നതിനാൽ സമ്മർദ്ദം കുറയ്ക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നു. 8. അഹംഭാവം ഇല്ലാതാക്കുന്നു. ഞാനെന്ന ഭാവം, അതായത് ഈഗോ ഇല്ലാതാക്കി നമ്മെ കൂടുതൽ വിനീതരാക്കാനും ആത്മീയമായി ഉയർത്താനും ഇത് സഹായിക്കുന്നു. 9. ഗൃഹദോഷ നിവാരണം. നിത്യവും ഈ മന്ത്രം ജപിക്കുന്ന വീടുകളിൽ ദോഷങ്ങൾ അകന്ന് നിൽക്കുന്നുമെന്നും ഐശ്വര്യം നിറയുമെന്നാണ് വിശ്വാസം. 10. പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം. പ്രപഞ്ചശക്തികളുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഈ മന്ത്രം നമ്മുടെ ഉള്ളിലെ ദൈവിക ബോധം ഉണർത്തുന്നു. ഓം നമ ശിവായ എന്നതിലെ ഓരോ അക്ഷരവും പ്രപഞ്ചത്തിലെ ഓരോ മൂലകങ്ങളെയും നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ന, ഭൂമി. ഇത് നമ്മുടെ സഹനശക്തിയെ സൂചിപ്പിക്കുന്നു. മ, ജലം. വികാരങ്ങളെ ശുദ്ധീകരിക്കുന്നു. ശി, അഗ്നി. അറിവില്ലായ്മ കത്തിച്ചു കളയുന്നു. വ, വായു. പ്രാണനെ നിയന്ത്രിക്കുന്നു. യ, ആകാശം. ആത്മാവിനെ വികാസത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും പലതരം ചിന്തകളാൽ കലുഷിതമായിരിക്കും. വീഡിയോയിൽ പറയുന്നത് പോലെ ഒരു തെറ്റായ ഉപകരണം പോലെയാണ് അമിതഭാരമുള്ള മനസ്സ്. മന്ത്രജപം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും മനസ്സിനെ ഒരു റീസെറ്റ് മോഡിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത് മാനസികമായ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഒരാളുടെ മുൻകാല കർമ്മഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നു. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഇത് കടന്നുപോകും എന്ന സാന്നിധ്യം നൽകുന്നു. ബ്രഹ്മമുഹൂർത്തം പുലർച്ചെ 4-നും 6-നും ഇടയ്ക്കുള്ള ഒരു സമയത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഏറ്റവും നല്ലത് 4 മണിക്കും 5:30-ക്കും ഉള്ളിലാണ്. അതല്ല നമുക്ക് 6 മണിക്കുള്ളിലും ജപിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് അന്തരീക്ഷം ശാന്തമായിരിക്കും. നമ്മൾ ഓം നമ ശിവായ ജപിക്കാൻ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ നട്ടെല്ല് നേരെയാക്കി ഇരുന്ന് ജപിക്കുന്നത് ശരീരത്തിലെ ഊർജ്ജ പ്രവാഹം സുഗമാക്കാനായിട്ട് സഹായിക്കും. പിന്നെ മൗനജപം. ഉറക്കെ ചൊല്ലുന്നതിനേക്കാൾ ഫലപ്രദമാണ് ചുണ്ടുകൾ അനക്കാതെ മനസ്സിൽ ജപിക്കുന്നത്. ഒരു സ്ത്രീ ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ അത് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പോസിറ്റിവിറ്റിയെ ബാധിക്കുന്നു. ഒരു സ്ത്രീ മനസമാധാനമായിരിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ മനസമാധാനത്തിലായിരിക്കും. ആർത്തവ സമയത്ത് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ ജപിക്കുന്നത് തടസ്സമില്ലെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. രുദ്രാക്ഷമാല ഉപയോഗിച്ച് ജപിക്കുന്നത് മന്ത്രത്തിൻ്റെ ഗുണം വർദ്ധിപ്പിക്കും. രുദ്രാക്ഷത്തിന് വൈദ്യുതകാന്തിക ഗുണങ്ങൾ ഏറെയുണ്ട്.
അത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കുന്നു. ഈ മന്ത്രം കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് മനസ്സിനെയും ശരീരത്തെയും ഒരു പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സൗണ്ട് തെറാപ്പി കൂടിയാണ്. ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ശരീരശുദ്ധി വരുത്തുന്നത് നല്ലതാണ്. കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുന്നത് മനസ്സിന് കൂടുതൽ തെളിച്ചം നൽകും. സമയം പുലർച്ചെ ബ്രഹ്മമുഹൂർത്തം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ വൈകുന്നേരം ദീപം തെളിയിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള ഒരു വസ്ത്രം ധരിക്കുന്നത് മനസ്സിന് കൂടുതൽ തെളിച്ചം നൽകും. അതുപോലെ സമയം പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വൈകുന്നേരം ദീപം തെളിയിച്ച ശേഷവും നമുക്ക് ജപിക്കാം. അതുപോലെ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. നട്ടെല്ല് നിവർത്തി നേരെ ഇരുന്ന് വേണം ജപിക്കാൻ. നിലത്തൊരു പായയോ തുണിയോ വിരിച്ച് അതിന്മേൽ ഇരിക്കുന്നത് ശരീരത്തിലെ ഊർജ്ജം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. അതുപോലെ ദിശ കിഴക്ക് ദിക്കിലേക്കോ വടക്ക് ദിക്കിലേക്കോ അഭിമുഖമായിരുന്ന് ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഏകാഗ്രത ജപിക്കുമ്പോൾ മനസ്സ് ഭഗവാൻ ശിവനിൽ മാത്രം ഉറപ്പിക്കുക. മറ്റ് ചിന്തകളിലേക്ക് മനസ്സ് പോകുന്നുണ്ടെങ്കിൽ സാവധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉച്ചാരണം ഓം നമഃശിവായ എന്ന് കൃത്യമായും വ്യക്തമായും ഉച്ചരിക്കുക. വേഗത്തിൽ ജപിക്കുന്നതിനേക്കാൾ അർത്ഥം മനസ്സിലാക്കി സാവധാനം ജപിക്കുന്നതാണ് നല്ലത്. അതുപോലെ ജപസംഖ്യ സാധാരണയായിട്ട് 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. സമയമില്ലെങ്കിൽ 11, 21 അല്ലെങ്കിൽ 51 തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമം. സാധിക്കുമെങ്കിൽ രുദ്രാക്ഷമാല ഉപയോഗിച്ച് ജപിക്കുക. ഇത് ഏകാഗ്രത കൂട്ടാനായിട്ട് സഹായിക്കും. മാല ഉപയോഗിക്കുമ്പോൾ ചൂണ്ടുവിരൽ അതായത് ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ഭഗവാൻ സമർപ്പിക്കുകയും സ്വന്തം സമാധാനത്തിനും ലോക നന്മയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്തിന് ജപത്തിനായിട്ട് മാറ്റിവെക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ ആർത്തവ സമയത്ത് നമുക്ക് ജപിക്കുന്നത് കുഴപ്പമില്ല. നമുക്ക് മനസ്സിൽ ജപിക്കുന്നത് യാതൊരുവിധ പ്രശ്നമില്ല. നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് രാവിലെ കിടക്കപ്പായിലിരുന്ന് നമുക്ക് ജപിക്കാം. ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ജപിക്കാം. പിന്നെ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വിളക്കിന് മുന്നിലിരിക്കുന്ന സമയത്ത് നമുക്ക് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം മാത്രമാണ് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ജപിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ 108 തവണയോ 11 തവണയോ 21 തവണയോ 51 തവണയോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വിളക്കിൻ്റെ മുന്നിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് സമയത്തോ അല്ലെങ്കിൽ സന്ധ്യാവിളക്ക് കത്തിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ഓം നമഃശിവായ എന്നത് കേവലം ഒരു മന്ത്രമല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിലെ 5 അടിസ്ഥാന മൂലകങ്ങളെയും നമ്മുടെ ആന്തരിക ബോധത്തെയും നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. സ്ത്രീകൾ വീടുകളിൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ അത് വ്യക്തിപരമായ സമാധാനത്തിനപ്പുറം ആ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഐശ്വര്യത്തിനും പോസിറ്റീവ് ഊർജ്ജത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് എല്ലാവരും ഓം നമഃശിവായ എന്ന ഈ പഞ്ചാക്ഷരി മന്ത്രം എത്ര തവണ വേണമെങ്കിലും ചൊല്ലി നോക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ നന്ദന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.